ഇന്ന് നമുക്ക് ഫഹദ് ഫാസിലും വടിവേലുവും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മാരീശൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മറവി രോഗം ബാധിച്ച് തന്റെ അക്കൗണ്ടിൽ 25 ലക്ഷവുമായി കള്ളന്റെ കയ്യിൽ വന്ന് പെടുന്ന വേലു എന്നൊരാൾ. എന്നാൽ അയാൾക്കാണെങ്കിലോ ഒരുപാട് ദുരൂഹതകളുണ്ട്. അവസാനം കള്ളനാണെങ്കിലോ ആ ദുരൂഹത എന്തെന്ന് കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കുന്നു. എന്നാൽ പിന്നീട് ചുരുളഴിയുന്നതോ ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങളും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ദയാളൻ എന്നറിയപ്പെടുന്ന ദയയാണ്. ഈ ദയ ഒരു മോഷ്ടാവാണ്. ഒരുപാട് മോഷണങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ കുറച്ചുനാൾ ജയിലിലായിരുന്നു. ഇപ്പോഴാണ് ദേ പുറത്തിറങ്ങുന്നതും. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ദയ തന്റെ പഴയ പരിപാടി ആരംഭിച്ചു. ഒരമ്പലത്തിലെത്തിയിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ ഫോണും അടിച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ട് അയാളുടെ സിമ്മ് മൂരി കളഞ്ഞിട്ട് ദയ തന്റെ സിമ്മ് ആ ഒരു ഫോണിലിടും. അങ്ങനെ കുറെ കറങ്ങി നടന്ന് അവസാനം സിനിമ കാണുവാനായിട്ട് ഒരു തിയേറ്ററിൽ കയറും. തിയേറ്ററിൽ കയറി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിയാവുമ്പോൾ ദയ ഇറങ്ങി പോകുന്നു. പുറത്തെത്തുന്ന സമയത്തോ ഒരു ബൈക്കിലാണെങ്കിൽ ചാവി ഇരിക്കുന്നത് കാണും. ഏതോ ഒരുത്തൻ സിനിമ കാണുവാനുള്ള അത്യാവശ്യത്തില് ചാവി എടുക്കാതെ അങ്ങ് പോയതാ. കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചതുപോലെയല്ലേ ഇപ്പോൾ സംഭവിച്ചത്. ഉടനെ തന്നെ ദയ ആ ഒരു ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് വഴിയിൽ വെച്ച് നമ്പർ പ്ലേറ്റ് ഒക്കെ ഇളക്കി കളഞ്ഞ് തന്റെ കൈവശമുള്ള വേറെ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ നിന്നും എസ്കേപ്പ് ആവുകയാണ് ദയ. എന്നിട്ട് ദയ അവിടങ്ങളിലുള്ള വീടുകളെല്ലാം നോക്കി നോക്കിയാണ് വരുന്നത്. തനിക്ക് കയറാൻ പറ്റിയ വീടാണ് ദയ നോക്കുന്നത്. അങ്ങനെ ഒടുവിൽ പഴയൊരു വീടിന് മുന്നിലായിട്ട് വന്ന് നിൽക്കും. ഒരുവിധം വീടിനുള്ളിലേക്ക് കയറിയ ദയാണെങ്കിലോ അവിടെ ആകെ അന്വേഷിക്കുന്നു. എല്ലാ റൂമും പരിശോധിച്ച് അവസാനം ഒരു മുറിയിലെത്തും. എന്നാൽ ആ മുറിയിൽ ദയ കാണുന്ന കാഴ്ച ഒരാളെ ചങ്ങലയിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ദയ കയറി വരുന്നത് കണ്ട്, കുമാറ് നീയാണോ വന്നത്? വാ വേഗം വാ, എന്റെ കയ്യിലേക്ക് കെട്ടഴിക്ക് എന്നുള്ള കാര്യമൊക്കെ അയാൾ പറയുന്നു. അയാളുടെ പേരാണ് വേലു. സത്യത്തിൽ ഈ വേലുവിന് അൽഷൈമർ രോഗം ബാധിച്ച ആളാണ്. എന്ത് കാര്യം നടന്നാലും അത് പെട്ടെന്ന് തന്നെ അദ്ദേഹം മറന്നു പോകും. വേലുവാണെങ്കിലോ കുമാറ് നീ വന്നോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ദയ ഞെട്ടിപ്പോകും. എന്റെ കയ്യിലെ ഈ ഒരു വിലങ്ങ് അഴിച്ചു താന്ന് പറയുമ്പോൾ എനിക്കതിനൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാശിരിപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് ദയ പറയും. എന്നാൽ അത് കേട്ട് വേലു പറയുന്നത്, അതെ ഈ വീട്ടിൽ കാശൊന്നും ഇരിപ്പില്ല, പക്ഷേ എന്റെ അക്കൗണ്ടിലുണ്ട്. നിനക്ക് എത്ര കാശ് വേണം? നീ ചോദിക്കുന്ന കാശ് ഞാൻ തരാമെന്ന് പറയും. 25,000 രൂപ തരുമോ? എങ്കിൽ ഞാൻ ഈ കയ്യിലെ കെട്ടഴിക്കാമെന്നും ദയ പറയുന്നു. ആ തരാം, ATM പോയി എടുക്കണമെന്നും വേലു പറയും. അങ്ങനെ വേലുവിന്റെ കയ്യിലെ വിലങ്ങൊക്കെ അഴിച്ചിട്ട് വേലുവിനെയും കൊണ്ട് ദയ നേരെ ATM പോകുന്നു. വേലുവാണെങ്കിലോ തന്റെ പിൻ നമ്പറും അടിച്ചിട്ട് പൈസ എടുക്കുകയാണ്. 25,000 രൂപ എടുക്കുന്നു. എന്നാൽ ബാലൻസ് എഴുതി കാണിക്കുന്നതോ 25 ലക്ഷം എന്നാണ്. അതാണെങ്കിൽ ദയ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദയ ചിന്തിക്കും, 25,000 എവിടെ കിടക്കുന്നു? 25 ലക്ഷം എവിടെ കിടക്കുന്നു? ആ 25 ലക്ഷം മുഴുവൻ അടിച്ചെടുക്കണമെന്നും ദയ തീരുമാനിക്കും. പുറത്തേക്ക് വന്ന വേലുവാണെങ്കിലോ 25,000 ദയയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബസ് കയറുവാനായും പോകുന്നു. അപ്പോൾ ദയ പിന്നാലെ ചെന്നിട്ട്, അല്ല എവിടെ പോകുക? സ്ഥലമേതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് വിടാമെന്നും വേലുവിനോട് ദയ പറയും. അപ്പോൾ ദയ പറയുന്നത്, എനിക്കെന്റെ മകളുടെ വീട്ടിൽ പോകണം, മീനാക്ഷി. അവള് പാലക്കാട്ടാ താമസിക്കുന്നത്. പക്ഷേ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മകനായ കുമാർ അതറിയും. അത് വേണ്ട, എന്നെ തിരുവണ്ണാമലയിൽ ഇറക്കി വിടാമോ എന്ന് ദയയോട് ചോദിക്കുന്നു. ഈ തിരുവണ്ണാമലയിൽ വേലുവിന്റെ കൂട്ടുകാരന്റെ വീടുണ്ട്. അവിടേക്ക് പോകുവാനായിട്ടാണ് വേലു നിൽക്കുന്നതും. ദയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വേലുവിനെയും ബൈക്കിൽ കയറ്റി അവിടെ നിന്നും യാത്രയായി. പോകുന്ന വഴിയിലെല്ലാം വേലുവിനോട് ദയ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേലുവാണെങ്കിൽ ഓരോന്ന് പറയുവാനായും ശ്രമിക്കും. അമിതമായിട്ട് ഓർക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് തന്നെ തിരുവണ്ണാമലയിലേക്ക് പോകുന്ന കാര്യം വേലു ഇപ്പോൾ മറന്നു പോയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട്, അതെ എനിക്ക് പോകേണ്ടത് മകളുടെ വീട്ടിലേക്കാണെന്ന് പറയുന്നു, അതും പാലക്കാട്ടേക്ക്. വേലുവിന്റെ അസുഖം എന്താണെന്ന് ഇപ്പോൾ ദയയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വേലുവിന് അൽഷൈമർ രോഗമാണെന്ന് മനസ്സിലാക്കിയ ദയ അത് കൂടുതലായിട്ട് മുതലെടുക്കുവാനായും തീരുമാനിച്ചു. പാലക്കാടെങ്കിൽ പാലക്കാട്, നമുക്ക് അവിടേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കണ്ടേ? അതിന് പൈസ വേണ്ടേ? കുറച്ച് കാശെടുത്ത് തരുവാനായിട്ടും വേലുവിനോട് പറയുന്നു. അങ്ങനെ വേലു ദയയും കൊണ്ടൊരു ATM കയറും. ATM കയറുന്ന സമയത്ത് വേലുവിനൊപ്പം ദയയും കയറുന്നു. ദയക്ക് എങ്ങനെയെങ്കിലും വേലുവിന്റെ പിൻ നമ്പർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാ. വേലു ആണെങ്കിലോ ATM കയറിയിട്ട് പിൻ നമ്പർ അടിക്കും. പക്ഷെ അത് ഇൻകറക്റ്റ് എന്നാ കാണിക്കുന്നത്. വേലു മറന്നു പോയിരിക്കുന്നു. വേലുവിന് എന്തെങ്കിലും ടെൻഷൻ വരികയാണെങ്കിലോ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിലോ വേലു എല്ലാ കാര്യങ്ങളും മറന്നു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ പിൻ നമ്പറും മറന്നു പോയിരിക്കുകയാണ്. ദയക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ദേഷ്യമൊക്കെ വരും.
എങ്കിലും ദയ അത് വിട്ടുകളയും. സാരമില്ല, പെട്രോളിന്റെയും റൂമിന്റെയും ഒക്കെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേലുവിനെ വിളിച്ചുകൊണ്ട് ദയ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീണ്ടും അവർ ബൈക്കിൽ യാത്രയായി. പോകുന്ന വഴിയില് വേലുവിന്റെ ടോയ്ലറ്റിൽ പോകുവാൻ വേണ്ടിയിട്ട് ദയ ബൈക്ക് നിർത്തും. ആ സമയം ദയയാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് വേലു കാണുന്നു. വേലു ഉടനെ തന്നെ വന്നിട്ട് ദയക്കിട്ടൊരെണ്ണം കൊടുക്കും. തന്റെ മകൻ കുമാർ ആണെന്നാണ് വേലു കരുതിയിരിക്കുന്നത് ദയയെ. അതുകൊണ്ട് തന്നെ എന്നു മുതലാടാ നിനക്ക് ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയത് കുമാർ എന്ന് ചോദിച്ചാണ് വേലു അടിക്കുന്നതും. വേലുവിന്റെ കണ്ടീഷൻ എന്താണെന്ന് നല്ലോണം മനസ്സിലായത് കൊണ്ട് തന്നെ ദയ തിരിച്ചൊന്നും പ്രതികരിക്കത്തേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ദയ ഒരാളുടെ ബൈക്ക് അടിച്ചുകൊണ്ടുവന്നല്ലോ തിയേറ്ററിൽ നിന്നും. ആ ബൈക്കിന്റെ യഥാർത്ഥ ഓണർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. തന്റെ ബൈക്ക് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിന്ന്. ബൈക്കിന്റെ ഫോട്ടോയും ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബൈക്കിന് വേണ്ടിയിട്ട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. കാരണം ഇത് മന്ത്രിയുടെ പിയുടെ മകനാ. അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ ബൈക്ക് കണ്ടെത്തുവാനുള്ള അന്വേഷണവും നടക്കുന്നതും. വേലുവും ദയയും ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് വേലു കാണുന്നു. ഇവിടെയാ എന്റെ കൂട്ടുകാരനായിട്ടുള്ള സുബ്രഹ്മണ്യൻ താമസിക്കുന്നത്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ അവിടേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് അവിടെ ബൈക്ക് നിർത്തുകയാണ്. ഇവിടുത്തെ കടക്കാരടുത്ത് പോയിട്ട് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. 2 പെൺമക്കളുള്ള സുബ്രഹ്മണ്യം. അവന് ഒരു ഗവൺമെന്റ് ജോലിയുമുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്നും വേലു പറയുന്നു. അതനുസരിച്ച് ദയ അടുത്തുള്ളൊരു ചെറിയ കടയിൽ പോയി സുബ്രഹ്മണ്യത്തെ പറ്റി അന്വേഷിക്കും. പക്ഷെ അവിടെ ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ദയാണെങ്കിൽ കുറച്ച് സാധനവും വാങ്ങി തിരികെ പോവുകയാണ്. ഈ വേലു തന്റെ കൂട്ടുകാരനെ കണ്ടാൽ ദയക്കെന്ത്, കണ്ടില്ലെങ്കിൽ ദയക്കെന്ത്. ദയയുടെ ഉദ്ദേശം വേലുവിന്റെ കൈവശമുള്ള കാശ് അടിച്ചെടുക്കുക. അത് തന്നെയാണല്ലോ. സുബ്രഹ്മണ്യത്തെ അവിടെ ആർക്കും അറിയത്തില്ല എന്നുള്ള കാര്യവും വേലുവിനോട് ദയ വന്ന് പറയുന്നു. എങ്കിൽ പോട്ടെ, നമുക്ക് വീണ്ടും യാത്ര തുടരാമെന്നും വേലു പറയുന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വേലുവിന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. എല്ലാം ATM-ലല്ലേ. എങ്ങനെയെങ്കിലും ദയക്ക് കാശടിച്ചെടുക്കണം. ദയാണെങ്കിൽ വേലുവിന് വേണ്ടിയിട്ട് ആഹാരവും പിന്നെ ആവശ്യമുള്ള ഗുളികകളും ഒക്കെ വാങ്ങി നൽകുന്നത് വേലു ദയയുടെ കൈവശം കൊടുത്ത 25,000 രൂപ വെച്ചാണ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. എങ്ങനെയെങ്കിലും ഇയാളുടെ പിൻ നമ്പർ അറിഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നും ദയ ചിന്തിക്കുന്നു. അടുത്ത ദിവസവും ഇവർ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ കൂട്ടമായിട്ട് ആടുകളെയും കൊണ്ടൊരാൾ പോകുന്നത് ഈ ദയ കാണുന്നു. ദയ മനഃപൂർവ്വം തന്നെ അതുവഴി പോകുന്ന ആടിനെ ബൈക്ക് കൊണ്ടുവന്നങ്ങ് ഇടിക്കും. അത് കാണുന്ന ആടിനെ മേയ്ക്കുന്ന ആളാണെങ്കിൽ ദയയോട് വന്ന് വല്ലാത്ത പ്രശ്നമുണ്ടാകുന്നു. മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകളും പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അതോടുകൂടി പ്രശ്നം വഷളാകുമെന്ന് കണ്ടപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് ഞാൻ തരാമെന്നും ദയ പറയുന്നു. അങ്ങനെ അവർ ഒരു 10,000 രൂപ ആവശ്യപ്പെടും. ദയ ഉടനെ തന്നെ വേലുവിനോട് ചെന്ന് കാശ് വേണമെന്ന് പറയുന്നു. അപ്പോൾ വേലു പറയുന്നത് എന്റെ കയ്യിൽ കാശില്ലല്ലോ, എന്റെ അക്കൗണ്ടിലല്ലേ കാശുള്ളത്. ദയ പറയും എന്റെ കയ്യിലും കുറച്ച് കാശേ ഉള്ളൂ, അത് ഞാൻ അമ്മയ്ക്ക് അയച്ചു പോയി എന്നും വേലുവിനോട് ദയ കള്ളം പറയുന്നു. അപ്പോൾ വേലു പറയും എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ATM-ൽ പോയി എടുത്തിട്ട് വരാമെന്ന്. പക്ഷെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ 2 പേരും ഒരുമിച്ച് പോകണ്ട, ഒരാൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേലുവിനെ പിടിച്ച് അവിടെ നിർത്തും. എന്നിട്ട് ദയയാണ് വേലുവിന്റെ കയ്യിൽ നിന്നും ATM കാർഡ് വാങ്ങിയിട്ട് പൈസ എടുക്കുവാനായി പോകുന്നത്. വേലുവിനോട് പിൻ നമ്പർ എത്രയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം 1 2 3 4 എന്ന് പറയും. പിന്നീട് വേറൊരെണ്ണം പറയും. രണ്ടാമത് പറഞ്ഞതാ ഉറപ്പായിട്ടും ഉള്ളതെന്ന് പറഞ്ഞ് വേലുവാണെങ്കിൽ ദയയെ പറഞ്ഞു വിടുന്നു. പിൻ നമ്പർ കിട്ടിയ സന്തോഷത്തില് ഇപ്പോൾ കൈ നിറയെ കാശ് വരുമെന്ന മട്ടിലാണ് ദയ പോകുന്നതും. അങ്ങനെ ദയ ATM-ൽ എത്തിയിട്ട് പിൻ നമ്പർ അടിച്ചു നോക്കുന്ന സമയത്ത് ബാലൻസ് ആകെയുള്ളത് 8,000 രൂപ. അത് കണ്ടതും ദയാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ഇന്നലെയല്ലേ ഞാൻ 25 ലക്ഷം കണ്ടത്, എന്നിട്ട് പെട്ടെന്ന് എങ്ങനെ ഇത് 8,000 ആയി എന്നൊക്കെ ചിന്തിച്ചിട്ട് അവസാനം ആടിനെ മേയ്ക്കുന്നവർ ചോദിച്ച കാശും എടുത്തുകൊണ്ടാണ് ദയ അവിടെ നിന്ന് പോകുന്നത്. നേരെ വന്നിട്ട് അവർക്ക് കാശും കൊടുത്തിട്ട് ATM കാർഡാണെങ്കിൽ വേലുവിനെയും ഏൽപ്പിച്ചു. ദേഷ്യത്തോടു കൂടിയാണ് ദയ ഇതൊക്കെ ചെയ്യുന്നതും. എന്നാൽ വേലു പേഴ്സ് തുറന്നപ്പോൾ വേലുവിന്റെ കൈവശം മറ്റൊരു ATM കാർഡ് കൂടി ഇരിക്കുന്നത് ദയ കാണുന്നു. എങ്ങനെയെങ്കിലും 2ാമത്തെ ATM കാർഡ് തട്ടിയെടുക്കണമെന്നായി ദയയ്ക്ക്. അന്നേ ദിവസം അവർ യാത്ര ആരംഭിച്ചു. പക്ഷേ നേരം ഇരുട്ടാറായതുകൊണ്ട് തന്നെ റൂം എടുക്കാമെന്നും തീരുമാനിച്ചു. ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കുകയാണ്. ഹോട്ടലിലെത്തിയ ഉടനെ തന്നെ ദയ തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വേലുവിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. വേലുവിന്റെ കൈവശമുള്ള 25 ലക്ഷം രൂപ അടിച്ചെടുക്കണമെന്നായി ദയയ്ക്കും ദയയുടെ കൂട്ടുകാരനും. എന്നിട്ട് ദയ പറയും ഞാനൊരു 2 ATM കാർഡിന്റെ ഫോട്ടോ അയച്ചു തരാം, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് എത്രയും വേഗം ഉണ്ടാക്കി തരണമെന്നും ദയ തന്റെ കൂട്ടുകാരനോട് പറയുന്നു. കൂട്ടുകാരനാണെങ്കിൽ നീ ഫോട്ടോ അയക്കി എല്ലാം സെറ്റ് ചെയ്യാമെന്നും പറയും. അങ്ങനെ റൂമിലെത്തി വേലുവിനോട് സംസാരിച്ചിരിക്കുകയാണ് ദയ. വേലുവും ഇരുന്ന് മദ്യപിക്കുന്നു. 2 പേരും ഇരുന്ന് മദ്യപിച്ച് അന്നേ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. അടുത്ത ദിവസം നേരം വെളുത്തു.
ഒരു 12 മണിയായപ്പോഴാണ് ദയ ഉറക്കമുണരുന്നതും. 12 മണിയായോ, എന്താ എന്നെ വിളിക്കാത്തതെന്ന് വേലുവിനോട് ചോദിക്കും. വേലു അപ്പോഴേക്കും പോകുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. വേലു പറയുന്നത്, നീ ഇത്രയും നേരം ബൈക്കൊക്കെ ഓടിച്ചതല്ലേ, ക്ഷീണം കാണും, അതുകൊണ്ട് ഉറങ്ങട്ടെ എന്ന് ഞാൻ കരുതിയെന്നും വേലു പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഫ്രഷായി വീണ്ടും ഫുഡ് കഴിക്കുവാനായിട്ട് താഴെ ഒരു ഹോട്ടലിൽ ചെല്ലും. അവിടെ ചെല്ലുന്ന സമയത്ത് വെയിറ്റർ ആണെങ്കിൽ സാമ്പാറും കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഈ ദയാണെങ്കിലോ മനഃപൂർവ്വം തന്നെ വെയിറ്ററിന്റെ കാലിൽ തട്ടിയിട്ട് സാമ്പാറാണെങ്കിൽ വേലുവിന്റെ ദേഹത്തേക്ക് വീഴ്ത്തുന്നു. വേലുവിനാണെങ്കിലോ വലിയ പ്രശ്നമൊന്നുമില്ല, സാരമില്ല, ഞാൻ പോയി കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ദയ മനഃപൂർവ്വം ചെയ്തതാ. എന്തിനെന്നാൽ വേലു എഴുന്നേറ്റ് പോകുന്ന ഗ്യാപ്പില് വേലുവിന്റെ ബാഗിൽ നിന്നും 2 ATM കാർഡും എടുത്തിട്ട് അതിന്റെ ഫോട്ടോ കൂട്ടുകാരന് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ദയ ചെയ്തു. ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ ഇരിക്കുകയാണ്. വേലുവിനും അതൊന്നും അറിയത്തില്ലല്ലോ. വേലുവിന് അൽഷൈമർ രോഗം ഉണ്ടോ എന്നത് ദയക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ ദയ ബൈക്കിൽ പോകുന്ന സമയത്ത് വേലുവിനോട് ചോദിക്കും, ആദ്യം നിങ്ങള് തിരുവണ്ണാമലയില് നിങ്ങളുടെ മച്ചാനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പാലക്കാടുള്ള നിങ്ങളുടെ മകളെ കാണാൻ പോകണമെന്ന്. സത്യത്തിൽ നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ദയ ചോദിക്കുമ്പോൾ വേലു പെട്ടെന്ന് തന്നെ ടെൻഷനായി തന്റെ ബാഗ് തുറന്നു നോക്കുന്നു. ഇതിലിരുന്ന 25 ലക്ഷം കാശ് എവിടെ എന്ന് ചോദിച്ച് വല്ലാതെ വേലു ബഹളം വയ്ക്കും. ബൈക്ക് നിർത്തിയ ദയാണെങ്കിൽ വേലുവിനോട് കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ വേലു പറയും, ഞാൻ യഥാർത്ഥത്തിൽ തിരുവണ്ണാമലയിലേക്ക് പോകുന്നത് എന്റെ മച്ചാൻ എനിക്ക് 25 ലക്ഷം കാശ് തരാനുണ്ട്, അത് വാങ്ങുവാൻ വേണ്ടിയിട്ടാ. ആ കാശ് എവിടെയെന്ന് ചോദിച്ച് വേലു വല്ലാതെ ബഹളം വെക്കുന്നു. അത് കേൾക്കുന്ന ദയക്ക് ദയയുടെ മനസ്സിൽ ലഡ് പൊട്ടുകയാണ്. കാരണം അക്കൗണ്ടിൽ കിടക്കുന്നതും 25 ലക്ഷം രൂപ, വേലുവിന് കിട്ടാനുള്ളതും 25 ലക്ഷം രൂപ. അപ്പോൾ തന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് 50 ലക്ഷം രൂപ എന്ന് ദയ സന്തോഷിക്കുന്നു. എന്നിട്ട് ദയ ഉടനെ തന്നെ വേലുവിനോട് പറയും, നമ്മൾ തിരുവണ്ണാമലയിൽ പോയി മച്ചാനെയൊന്നും കണ്ടില്ല, കാണണമെന്ന് പറഞ്ഞതേയുള്ളൂ, എങ്കിൽ വാ നമുക്ക് അവിടേക്ക് പോയി മച്ചാന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാമെന്നും ദയ പറയുന്നു. എന്നിട്ട് ദയ വേലുവിനെയും കൂട്ടി തിരുവണ്ണാമലയിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ബൈക്കിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ബൈക്ക് ഉടനെ തന്നെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റും. അതെന്തിനെന്ന് വെച്ചാൽ ദയയുടെ കൂട്ടുകാരനാണെങ്കിൽ ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി 2 പേരിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വർക്ക്ഷോപ്പിലേക്ക് ബൈക്ക് കയറ്റിയെന്ന് കള്ളം പറഞ്ഞിട്ട് ദയ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും. അങ്ങനെ അവരാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡും കൊണ്ടുവന്ന് ദയയെ ഏൽപ്പിക്കുന്നു. ദയ സന്തോഷത്തിൽ ATM കാർഡ് വാങ്ങി വീണ്ടും വേലുവിനെയും കൊണ്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ ദയ വേലുവിന്റെ മച്ചാനടുത്തെത്തിക്കും. മച്ചാൻ ഒരു ആശ്രമത്തിലായിരുന്നു താമസിക്കുന്നതും. ഒരുപാട് നാൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ അവർ 3 പേരും ആഹാരം കഴിക്കുകയാണ്. വേലു ബാത്റൂമിൽ പോയ സമയം തന്നെ ദയ മച്ചാനോട് ചോദിക്കും, ഈ സാറിന്റെ മകളുടെ വീട്ടിൽ പോകണമെന്ന ആദ്യം പറഞ്ഞത് പാലക്കാടുള്ള. അത് കേട്ട് വേലുവിന്റെ മച്ചാൻ പറയും, മീനാക്ഷിയും കുമാറും അവർ 2 പേരും എന്റെ മക്കളാണ്. വേലുവിന് യഥാർത്ഥത്തിൽ മക്കളില്ല. എന്റെ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെയാ വേലു കാണുന്നത്. നീ ഈ കാര്യം വേലുവിനോട് ചോദിക്കരുത്, അവനത് ഒരുപാട് വിഷമമാകുമെന്നും മച്ചാൻ പറയുന്നു. അത് കേട്ട് ദയയ്ക്ക് വല്ലാത്ത സങ്കടമാകും വേലുവിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിച്ച്. മാത്രവുമല്ല, ആശ്രമത്തിലിരിക്കുന്ന സമയത്ത് വേലു ദയയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഞാൻ എല്ലാ കാര്യവും മറന്നു പോകുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നീ അതെനിക്ക് സാധിച്ചു തരുമോ എന്ന് ദയയോട് ചോദിക്കും. ദയ എന്താണ് കാര്യമെന്ന് വേലുവിനോട് ചോദിക്കുകയാണ്. ഞാൻ മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ പേര് ശ്രീനിവാസ്. അവനാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അവന് തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. എനിക്കതിന് മാപ്പ് ചോദിക്കണം. ഞങ്ങൾ ഇന്നുവരെയും മിണ്ടിയിട്ടില്ല. അവന്റെ ഫോൺ നമ്പർ എനിക്ക് ഒപ്പിച്ചു തരുമോ എന്നും വേലു ദയയോട് ചോദിക്കുന്നു. ഒപ്പിച്ചു തരാമെന്നും ദയ സമ്മതിക്കും. അവിടെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു തുണിക്കടയാണ് ശ്രീനിവാസൻ നടത്തുന്നത്. അങ്ങനെ ഒരു തുണിക്കടയിൽ എത്തുകയാണ് ദയ. ശ്രീനിവാസന്റെ നമ്പർ ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആരും നമ്പർ എടുത്ത് കൊടുക്കത്തില്ലല്ലോ. അത് മനസ്സിലാക്കിയ ദയ ആണെങ്കിലോ തന്റെ ഉടായ്പ പരിപാടികളെല്ലാം ഇറക്കിയിട്ട് എങ്ങനെയൊക്കെയോ നമ്പർ വാങ്ങിയെടുക്കുകയാണ്. ശ്രീനിവാസന്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് നമ്പർ വാങ്ങിയെടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നതും. നേരെ വന്ന് വേലുവിന് നമ്പർ കൊടുക്കുന്നു. അന്നേ ദിവസം അവർ ആശ്രമത്തിലാണ് തങ്ങുന്നതും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടുന്ന സമയത്ത് ശ്രീനിവാസനോട് സംസാരിച്ചു എന്നൊക്കെ വേലുവിനോട് ദയ ചോദിക്കുന്നു. സംസാരിച്ചു, എനിക്ക് സന്തോഷമായി, നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും സോൾവായി എന്നുള്ള കാര്യം വേലു പറയുകയാണ്. മാത്രവുമല്ല, പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ദയ ബൈക്കിന്റെ ചാവി കാണുന്നില്ല. എവിടെ വെച്ചെന്ന് അവന് ഓർമ്മയുമില്ല. ഉടനെ തന്നെ വേലു ദയക്കടുത്ത് എത്തിയിട്ട് ചാവിയില്ലേ നോക്കുന്നത്, ചിലപ്പോൾ ആ ബൈക്കിൽ തന്നെ കാണും. നീ ടെൻഷൻ അടിക്കാതെ ബൈക്കിൽ പോയി നോക്കെന്ന് വേലു പറയുന്നു. ബൈക്കിൽ ചെന്ന് നോക്കിയപ്പോൾ ചാവി ബൈക്കിൽ തന്നെ ഇരിക്കുന്നു. ഇത് എങ്ങനെയാ ചാവി ഇവിടെ വന്നത്, ഞാൻ എടുത്തില്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണ് ദയ. എന്നാൽ മറ്റൊരു വശത്ത് പോലീസുകാരെയാണ് കാണിക്കുന്നത്. പോലീസുകാരാണെങ്കിലോ വേലുവിനെ അന്വേഷിച്ചുള്ള യാത്രയാണ്.
വേലുവിന്റെ വീട്ടിലേക്കാണ് പോലീസുകാർ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. മരണപ്പെട്ട് കിടക്കുന്നത് റിട്ടയർഡ് ജയിൽ സൂപ്രണ്ടാണ്. സൂപ്രണ്ടിന്റെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് തലേ ദിവസം ഒരു നമ്പറിൽ നിന്നും 2-3 തവണ കോൾ വന്നിരിക്കുന്നതായും കാണുന്നു. മാത്രവുമല്ല അതേസമയം സൂപ്രണ്ട് 2 പേരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ 2 നമ്പർ പരിശോധിക്കുന്ന സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ 2 പേരും ഇന്ന് ജീവനോടെയില്ല. ആ 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല ആ 2 പേരും ആരാണെന്ന് വെച്ചാൽ, ഈ വേലുവാണെങ്കിൽ നമ്മുടെ ദയെ കൊണ്ട് ആദ്യം ഒരാളെ കുറിച്ച് തിരക്കിയില്ലായിരുന്നു, സുബ്രഹ്മണ്യം. അതേ സുബ്രഹ്മണ്യമാണ് ഒരു നമ്പറിനുടമ. മറ്റേയാളാണെങ്കിൽ തുണിക്കട നടത്തുന്ന ശ്രീനിവാസനും, വേലുവിന്റെ കൂട്ടുകാരൻ. ഈ 2 പേരെയും അന്വേഷിപ്പിച്ചത് വേലു ദയെ കൊണ്ടാണല്ലോ. ഈ 3 മരണത്തിനും റിട്ടയർഡ് ജയിൽ സൂപ്രണ്ടിന്റെ ഫോണിലേക്ക് വരുന്ന ആ ഒരു നമ്പറിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനായിട്ടും പോലീസുകാർ തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദയ വേലുവിനോട് ചോദിക്കും, നിങ്ങളാ 25 ലക്ഷം രൂപ കാശ് മച്ചാന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലേ? അപ്പോൾ അതിന് മറുപടിയായിട്ട് വേലു പറയുന്നത്, ആ കാശോ അഥവാ എന്റെ അക്കൗണ്ടിൽ ഇട്ടു തന്നു, ഞാൻ മറന്നുപോയതാ, എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് അവൻ അയച്ചു തന്നതാ എന്നുള്ള കാര്യം വേലു പറയും. അത് കേട്ടതും ദയയുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. 50 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടുമെന്നല്ലേ അവൻ കരുതിയത്. അങ്ങനെ അവർ അവിടെ നിന്നും വീണ്ടും യാത്രയായി. നേരെ അവർ ഹോട്ടലിൽ റൂം എടുക്കുകയാണ് ചെയ്തത്. ഹോട്ടലിലേക്ക് തന്റെ കൂട്ടുകാരനെയും വിളിച്ചു വരുത്തുകയാണ് ദയ. എന്നിട്ട് വേലുവിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ 3 പേരും ഇരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദയയും ദയയുടെ കൂട്ടുകാരനുമാണെങ്കിൽ പുറത്തിറങ്ങി നിന്ന് വേലുവിന്റെ കയ്യിൽ നിന്നും എങ്ങനെ പിൻ നമ്പർ അടിച്ചെടുക്കുമെന്ന് ചർച്ച ചെയ്യും. അതേ ഗ്യാപ്പിൽ വേലുവാണെങ്കിലോ അവർക്ക് 2 പേർക്കും കുടിക്കാനുള്ള മദ്യത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചു ചേർക്കുന്നു. ഇതൊന്നും അറിയാതെ ദയയും കൂട്ടുകാരനും അകത്തേക്ക് വരുന്നു. അതേ സമയമായിരുന്നു താഴെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിന്റെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നതും. എന്നിട്ട് അവരാണെങ്കിൽ താഴേക്ക് പോവുകയാണ്. 3 പേരും പാട്ടൊക്കെ കേൾക്കുന്നതും അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവർ 2 പേരും ഡാൻസ് കളിക്കുന്നതിന്റെ ഗ്യാപ്പിൽ വേലു അവിടെ നിന്നും പുറത്തേക്ക് വന്നിട്ട് ബാത്റൂമിൽ പോകണമെന്ന് കള്ളം പറഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ എന്നിട്ട് തന്റെ ഫോൺ എടുത്ത് ശിവ എന്നൊരാളിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ശിവയോട് ചോദിക്കും, നിനക്ക് മധുമിതയെ അറിയില്ലേ എന്ന്. മധുമിത എന്ന പേര് കേട്ടതും ശിവ ഞെട്ടിപ്പോകുന്നു. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ സംബന്ധിച്ചൊരു വീഡിയോ നിന്റെ ഭാര്യയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുമെന്നും വേലു പറയുന്നു. അത് കേട്ട് ശിവ വല്ലാതെ പേടിക്കും. വേലു പറഞ്ഞ സ്ഥലത്തേക്ക് വരുവാനായിട്ടും ശിവ സമ്മതിക്കുന്നു. അതിനുശേഷം വേലുവും ദയയും ദയയുടെ കൂട്ടുകാരനുമൊക്കെ വീണ്ടും റൂമിലേക്ക് എത്തുകയാണ്. ദയയും കൂട്ടുകാരനും വേലു ഒഴിച്ചു വെച്ചിരുന്ന മദ്യം എടുത്തു കുടിക്കും. അതേസമയം തന്നെ ദയയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, താനാണെങ്കിൽ ഒരു പോലീസുകാരന്റെ മകൾക്ക് മെസ്സേജ് അയച്ചു, അവസാനം അത് വലിയ പ്രശ്നമായപ്പോൾ താൻ ഫോൺ തന്നെ ഉപേക്ഷിച്ചുവെന്ന്. അത് കേൾക്കുന്ന വേലു ചോദിക്കും, എന്തിനാ ഫോൺ ഉപേക്ഷിക്കുന്നത്? സിം അങ്ങ് ഊരി കളഞ്ഞാൽ പോരെന്ന് ചോദിക്കുമ്പോൾ, സിം ഊരി കളഞ്ഞാലൊന്നും ശരിയാകത്തില്ല, ഫോണിനൊരു IME നമ്പറുണ്ട്, ആ നമ്പർ വെച്ച് പോലീസുകാർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനാകുമെന്നും ദയയുടെ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് വേലു കുറേ കാര്യങ്ങൾ ചിന്തിക്കും. അതിനുശേഷം മദ്യപിക്കുകയാണ്. വേലു കൊടുത്ത ആ ഒരു മദ്യത്തിന്റെ എഫക്റ്റിൽ 2 പേരും കിടന്നുറക്കമായി. അതിൽ ഉറക്ക ഗുളികയാണല്ലോ പൊടിച്ചു ചേർക്കുന്നതും. 2 പേരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഉടനെ തന്നെ വേലു ആണെങ്കിലോ ദയയുടെ ബൈക്കിന്റെ ചാവിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ശിവയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു സ്കൂളിലേക്ക് വരുവാനായിട്ടാണ് ശിവയോട് പറഞ്ഞതും. അങ്ങനെ ശിവയും അവിടെ എത്തി. ശിവയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വേലു. വേലുവിനെ കണ്ടതും, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നിനക്ക് യഥാർത്ഥത്തിൽ എന്നെ അറിയത്തില്ല, പക്ഷേ നിനക്ക് മധുമിതയെ അറിയില്ലേ എന്ന് ചോദിക്കും. വേലുവും ശിവയും ഇപ്പോൾ നിൽക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ശിവ അധ്യാപകനായി പഠിപ്പിച്ചിരുന്നതും. അതേ സ്കൂളിൽ തന്നെയാണ് മധുമിതയും പഠിച്ചിരുന്നത്. എന്നാൽ ഈ ശിവയാണെങ്കിലോ മധുമിതയെ റേപ്പ് ചെയ്തിട്ട് അത് വീഡിയോ ആയി ഷൂട്ട് ചെയ്തു വെച്ചു. എന്നിട്ട് ആ ഒരു വീഡിയോ കാണിച്ച് മധുമിതയെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ശിവ പറയുന്ന ആളുകളുടെ അടുത്തേക്കെല്ലാം മധുമിത പോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരെയും പ്രചരിപ്പിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിന് മധുമിതയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ശിവയുടെ ടോർച്ചർ താങ്ങാനാകാതെ മധുമിത ആത്മഹത്യ ചെയ്തു. അതിന് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വേലു എത്തിയിരിക്കുന്നതും. വേലുവിനും മധുമിതയ്ക്കും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിക്കുന്ന സമയത്തും വേലു പറയുന്നത്, നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷേ മധുമിതയുടെ അമ്മ നിന്നോട് ക്ഷമിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ വെറുതെ വിടൂ എന്നും വേലു പറയുന്നു. എന്നിട്ട് ഉടനെ തന്നെ ശിവയുടെ ഫോണിൽ നിന്നും മധുമിതയുടെ അമ്മയെ വിളിക്കും. ശിവയാണ് എന്ന് പറയുന്നത് കേട്ടതും ഉടനെ തന്നെ മധുമിതയുടെ അമ്മ കോള് കട്ട് ചെയ്ത് കളയും. മധുമിതയുടെ അമ്മ ക്ഷമിക്കില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ വെറുതെ വിടുന്നതെന്നും വേലു ചോദിക്കുന്നു.
അതേസമയം വേലുവിന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസുകാരാണെങ്കിൽ അവിടേക്ക് പുറപ്പെടും. മാത്രമല്ല വേലുവിന്റെ ഫോണിൽ നിന്നും അവസാനമായി കോൾ പോയിരിക്കുന്നത് ശിവയ്ക്കാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഓഫീസറാണെങ്കിൽ ശിവയെ വിളിക്കുകയാണ്. എന്നാൽ ശിവയുടെ ഫോണാണെങ്കിൽ വേലുവിന്റെ കയ്യിൽ ഇരിക്കുകയാണല്ലോ. പോലീസുകാർ തന്റെ അടുത്ത് എത്താറായി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ വേലുവാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന ചുറ്റിക കൊണ്ട് ശിവയുടെ തലക്കിട്ട് ഒരടി. ശിവ അതോടുകൂടി മരണപ്പെടുകയാണ്. പോലീസുകാർ വന്നു നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ശിവയാണ്. ശിവയുടെ ഫോൺ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ശിവയുടെ ഫോണിൽ നിന്നും അവസാനമായി കോൾ പോയിരിക്കുന്നത് മധുമിതയുടെ അമ്മയ്ക്കാണെന്ന് മനസ്സിലാകുന്നു. ഉടനെ തന്നെ മധുമിതയുടെ വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് ഓഫീസർമാർ. എന്നാൽ അതേസമയം തന്നെ സുബ്രഹ്മണ്യത്തിന്റെ മരണത്തെപ്പറ്റിയും അന്വേഷണം നടക്കുകയാണല്ലോ. കുറച്ചു പോലീസുകാരാണെങ്കിൽ സുബ്രഹ്മണ്യത്തിന്റെ നാട്ടിൽ വന്ന് അയാളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഒരു കടക്കാരൻ പറയുന്നുണ്ട്, സുബ്രഹ്മണ്യത്തെ കുറിച്ച് അന്വേഷിച്ച് ഒരാൾ വന്നിരുന്നു, ഒരു ബൈക്കിലാ വന്നിരുന്നതെന്നും ആ കടക്കാരൻ പറയുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ദയ തന്നെയാ. മുൻപ് വേലുവാണെങ്കിൽ ദയയെ പറഞ്ഞു സുബ്രഹ്മണ്യത്തെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഒരു കടയിൽ പറഞ്ഞു വിട്ടില്ലേ, അതേ കടക്കാരൻ തന്നെയാണ് പോലീസുകാരോട് ദയയെ പറ്റി പറയുന്നതും. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ദയയുടെ രൂപം വരച്ചെടുക്കുകയാണ്. ആ കടക്കാരനാണെങ്കിലോ രൂപമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഏകദേശം ദയയുടെ രൂപം വരച്ചെടുത്തിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അത് ഫാക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ദയ കിടന്ന ജയിലിലെ പോലീസുകാരാണെങ്കിൽ അത് ദയയാണെന്ന് തിരിച്ചറിയും. ആ ഒരു വിവരം ഈ പോലീസുകാരെയും അറിയിക്കുകയാണ്. മറ്റൊരു വശത്ത് പോലീസ് ഓഫീസർ ആണെങ്കിൽ മധുമിതയുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ടല്ലോ. പോലീസ് ഓഫീസർ മധുമിതയുടെ അമ്മയോട് ചോദിക്കും, ശിവ അവസാനമായി വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫോണിലേക്കാണ്, നിങ്ങളുമായിട്ട് ശിവയ്ക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ മധുമിതയുടെ അമ്മ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. മധുമിതയെ റേപ്പ് ചെയ്തത് ഈ ശിവ എന്ന അധ്യാപകനാണ്. റേപ്പ് ചെയ്തത് മാത്രമല്ല, അത് വീഡിയോ എടുത്തു വെച്ചിട്ട് മധുമിതയെ സ്ഥിരം വിരട്ടുമായിരുന്നു. എന്നിട്ട് ശിവ തന്റെ കൂട്ടുകാർക്കടുത്തേക്കെല്ലാം മധുമിതയെ പറഞ്ഞു വിടാനായി ശ്രമിക്കും. പക്ഷേ മധുമിത അത് കേൾക്കത്തില്ലായിരുന്നു. അവസാനം ശിവയുടെ ടോർച്ചർ താങ്ങാനാകാതെ ശിവയുടെ അരുൺ എന്നൊരു ഫ്രണ്ടിനടുത്തേക്കും മധുമിതയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മധുമിതയെ മാത്രമല്ല, അവളുടെ ഒരു കൂട്ടുകാരിയായ ധന്യയെയും മധുമിതയെ കൊണ്ട് തന്നെ അരുണിനടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മധുമിതയ്ക്ക് അതനുസരിക്കേണ്ടി വന്നു. കാരണം വീഡിയോ എടുത്തു വെച്ച് അത്രയ്ക്കും ഈ ശിവ ടോർച്ചർ ചെയ്യുമായിരുന്നു. തന്നെ കാരണമാണ് തന്റെ കൂട്ടുകാരിക്ക് അങ്ങനെ വന്നത് എന്നുള്ളൊരു ചിന്ത മധുമിതയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, ആ ഒരു സംഭവത്തിന് ശേഷം അരുണിനടുത്തേക്ക് മധുമിതയുടെ കൂട്ടുകാരിയെ ധന്യയെ മധുമിത കൊണ്ടുപോയില്ലേ, അതിനുശേഷം ധന്യയെ കാണാനില്ല. അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. തന്നെ കാരണമാണ് തന്റെ കൂട്ടുകാരിക്ക് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു കുറ്റബോധം കാരണമാണ് മധുമിത ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം മധുമിതയുടെ അമ്മ പോലീസ് ഓഫീസറിനോട് പറയും. മറ്റൊരു വശത്ത് വേലുവിനെയും കൂട്ടി ദയ നേരെ വരുന്നത് തന്റെ വീട്ടിലേക്കാണ്. ദയയുടെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. അവന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. എന്നാൽ ദയയുടെ അമ്മയ്ക്ക് അവൻ കള്ളനാണെന്നോ ജയിലിലായിരുന്നെന്നോ ഒന്നും തന്നെ അറിയത്തില്ല. അവന് വേറെന്തോ കൊമ്പത്തെ ജോലിയാണെന്ന അമ്മ കരുതിയിരിക്കുന്നതും. മാത്രമല്ല, വേലുവിനെ കൂടി കണ്ടപ്പോൾ വേലുവിനെ ദയ തന്റെ സാറെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. മാത്രവുമല്ല, താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാറാണെന്ന് പറഞ്ഞാണ് വേലുവിനെ ദയ പരിചയപ്പെടുത്തുന്നതും. അങ്ങനെ വേലു ദയയുടെ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് ദയയുടെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണ ഫോട്ടോ കാണും. അത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വേലു. എന്താ ഇങ്ങനെ അതിൽ തന്നെ നോക്കി നിൽക്കുന്നതെന്ന് ദയയുടെ അമ്മ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് വേലു പറയും, നിങ്ങളുടെ കല്യാണം നടന്ന അതേ ഡേറ്റിൽ തന്നെയാണ് എന്റെ വിവാഹവും നടന്നത്. അന്ന് തന്നെയായിരുന്നു എന്റെ ഭാര്യയുടെ പിറന്നാളുമെന്നും വേലു പറയുന്നു. എന്നിട്ട് വേലു തന്റെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുകയാണ്. വേലുവിന്റെ ഭാര്യ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. മാത്രമല്ല, സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വേലുവിന്റെ ഭാര്യയ്ക്ക് അൽഷൈമർ രോഗം ബാധിച്ചു. തന്റെ ഭാര്യയ്ക്ക് ബാധിച്ച അതേ രോഗമാണ് തനിക്ക് ബാധിച്ചതെന്ന് കള്ളം പറഞ്ഞാണ് വേലു ഇപ്പോൾ നടക്കുന്നതും. എന്നാൽ വേലുവിന് യഥാർത്ഥത്തിൽ അൽഷൈമർ രോഗമൊന്നുമില്ല. വേലുവിനും ഭാര്യയ്ക്കും മക്കളൊന്നുമില്ല. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു വേലുവിന്റെ ഭാര്യയ്ക്ക് അൽഷൈമർ രോഗം ബാധിച്ചതും. മാത്രമല്ല, വേലുവിന്റെ ഭാര്യയാണെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന കുട്ടികളില്ലേ, മീന കൗൺസിലിംഗ് എടുക്കുന്ന കുറെ കുട്ടികൾ തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള റേപ്പ് കേസുകളെല്ലാം തുറന്നു പറയുകയാണ്. അതെല്ലാം കേട്ട് മീനയ്ക്കാണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും നീതി വാങ്ങി കൊടുക്കണമെന്നും ഒരാഗ്രഹം മനസ്സിലുണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ട് മീന ഇറങ്ങി പുറപ്പെടും. പക്ഷേ മീനയ്ക്ക് ബാധിച്ച അൽഷൈമർ രോഗം കാരണം മീനയാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്തതും. മീനയ്ക്കാണെങ്കിലോ അതൊട്ടും താങ്ങാനേ പറ്റിയില്ല. മീനയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും മറക്കും. മാത്രമല്ല, വേലുവിനെ പോലും മറന്നു പോകും എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞതും. അതുപോലെ തന്നെ സംഭവിച്ചു.
പതിയെ പതിയെ മീന വേലുവിനെയും മറന്നു തുടങ്ങി. പക്ഷേ മീനയാണെങ്കിലോ എല്ലാ കാര്യങ്ങളും തന്റെ ഡയറിയിൽ കുറിച്ചു വെക്കാറുള്ളത് പതിവായിരുന്നു. ഒരു ദിവസം വേലുവിനടുത്തേക്ക് ആ ഒരു ഡയറിയും കൊണ്ടുവരികയാണ് മീന. ഏതോ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതിയാണ് വേലുവിനടുത്തേക്ക് വരുന്നതും. സാറേ, ഈ ഡയറിയിൽ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. എനിക്ക് അൽഷൈമർ രോഗമാ. പക്ഷേ ഇതിനകത്ത് ഞാൻ എല്ലാ സത്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് വന്ന കുട്ടികൾക്കും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് നീതി കിട്ടണം. പക്ഷേ ഒരുത്തന്മാരും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരെയും കൊല്ലണമെന്നായിരുന്നു മീന പറഞ്ഞതും. തന്റെ ഭാര്യ ആവശ്യപ്പെട്ടത് ആ ഒരു കുറ്റവാളികളെല്ലാം കൊലപ്പെടുത്തണമെന്നായിരുന്നു. വേലു ഡയറി കയ്യിൽ വാങ്ങിയിട്ട് എല്ലാം ശരിയാക്കാമെന്നും മീനയോട് പറയും. എന്നിട്ട് വേലു പുറത്തേക്ക് ഇറങ്ങി നിന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം എന്തെന്നാൽ തന്റെ ഭർത്താവാണ് വേലു എന്നുള്ള കാര്യം മീന മറന്നിരിക്കുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേലു ജോലിയും കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ ഭാര്യ കയ്യിൽ നരമ്പറുത്ത് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. അതും കൂടി ആയപ്പോൾ വേലു പൂർണ്ണമായും തകർന്നു പോയി. വേലുവിന്റെ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് മീന മാത്രമായിരുന്നു. മീനയും കൂടി മരണപ്പെട്ടു പോയപ്പോൾ പൂർണ്ണമായും വേലു അനാഥനായി മാറി. കുട്ടികൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ കഴിയാത്തതിന്റെ ആ ഒരു കുറ്റബോധത്തിലാണ് മീന ആത്മഹത്യ ചെയ്തതും. മാത്രവുമല്ല, മരിക്കുന്നതിന് അവസാനമായിട്ട് വേലുവിനോട് തന്റെ ഭാര്യ ആവശ്യപ്പെട്ടത് ആ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം, കുറ്റവാളികളെല്ലാം കൊന്നുകളയണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വേലു ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നതും. തന്റെ ഭാര്യ എന്താണ് ആവശ്യപ്പെട്ടത് അതാണ് ഓരോന്നോരോന്നായി വേലു നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നതും. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ദയയുടെ വീട്ടിൽ നിന്നും പോകുവാനായി ഇറങ്ങുന്ന വേലുവിനെയും ദയയുമാണ്. വേലുവിനെയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കുവാനായിട്ട് വേലു പറയും. എന്നാൽ അമ്മ പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട, എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ആക്കി കൊടുക്കുവാനായിട്ടും ദയയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ പോവുകയായിരുന്നു. അപ്പോൾ ദയ പറയും, എനിക്ക് അമ്മയെ കണ്ടതിന് ശേഷം ഈ മോഷണമൊക്കെ നിർത്തണമെന്നാ തോന്നുന്നതെന്ന് പറയുന്നു. അത് കേട്ട് വേലുവും പറയുന്നത് നല്ല തീരുമാനം. അതേ സമയം തന്നെയായിരുന്നു ദയയുടെ അമ്മ അവനെ ഫോൺ വിളിക്കുന്നതും. എടാ, ദായുടെ വിളക്ക് കത്തിക്കുന്ന ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇരിക്കുന്നു എന്ന് പറയും. അത് കേട്ടതും ദയ ഞെട്ടിപ്പോകുന്നു. വേലുവാണ് ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് വെച്ചതെന്ന് ദയയ്ക്ക് മനസ്സിലായി. നിങ്ങളാണോ ആ ചെക്ക് വെച്ചതെന്ന് വേലുവിനോട് ദയ ചോദിക്കുന്ന സമയത്ത് താനാണ് വെച്ചതെന്ന് ഡയറക്റ്റായിട്ട് പറയാതെ വേലു പറയും, നീ എന്തായാലും നല്ലത് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ, അതിന് ഉപകാരമായിട്ട് ദൈവം തന്നതായിരിക്കുമെന്ന് വേലു പറയുന്നു. ദയയ്ക്കാണെങ്കിൽ സന്തോഷവും സങ്കടവും സഹിക്കാനായും പറ്റുന്നില്ല. ഇത്രയും ദിവസം തന്നെ സഹായിച്ച് തന്റെ കൂടെ നടന്നതിന് വേലുവിന് പകരമായി കൊടുത്തതാണ് ആ 10 ലക്ഷം രൂപ. അങ്ങനെ അവർ രണ്ടുപേരും റൂം എടുത്തിരുന്ന് മദ്യപിക്കുകയും ഓരോ കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദയ തന്റെ കുഞ്ഞിലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ദയയുടെ അച്ഛനാണെങ്കിൽ അവന്റെ കുഞ്ഞിലെ തന്നെ മരണപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് തന്നെ അവനങ്ങനെ ആരെയും അച്ഛ എന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ വേലുവിന്റെ സ്നേഹമൊക്കെ കാണുമ്പോൾ അവന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് പോലും. കുറച്ചു കഴിഞ്ഞതും വേലു തന്റെ ഫോണുമായിട്ട് ബാത്റൂമിലേക്ക് കയറി പോവുകയാണ്. എന്തെന്നാൽ ഈ ശിവയാണെങ്കിൽ തന്റെ കൂട്ടുകാരനായ അരുണിനടുത്തേക്ക് മധുമിതയും അവളുടെ കൂട്ടുകാരിയെ ധന്യയും പറഞ്ഞു വിട്ട കാര്യം പറഞ്ഞില്ലേ, ആ അരുണിന്റെ നമ്പർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അരുണിന് വേലു മെസ്സേജ് അയക്കും. എന്റെ കൈവശം കുറച്ച് കൊച്ചുകുട്ടികളുണ്ട്, നിങ്ങൾക്ക് വേണമോ? പറഞ്ഞ കാശ് തന്നാൽ കുട്ടികളെ ഞാൻ എത്തിക്കാമെന്നും മെസ്സേജ് അയക്കുകയാണ് അരുണിന്. കൊച്ചുകുട്ടികളെയാണ് അരുണിന്റെ നോട്ടമെന്നും വേലുവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അരുണിനെ വരുത്തുവാൻ വേണ്ടിയിട്ട് വേലു അങ്ങനെ മെസ്സേജ് അയക്കുന്നതും. അതേസമയം തന്നെയായിരുന്നു വേലു ഓർഡർ ചെയ്ത ഫുഡ് വന്നതും. ഫുഡിന് കാശ് കൊടുക്കുവാനായിട്ട് നേരെ ദയ ചെന്ന് എടുക്കുന്നത് വേലുവിന്റെ പേഴ്സായിരുന്നു. പേഴ്സ് തുറന്നതും അതിൽ നിന്നും ഒരുപാട് സിമ്മ് താഴേക്ക് വീഴുന്നു. എന്താ ഇത്രയും സിമ്മെന്ന് ദയ ചിന്തിക്കും. ഫുഡിനുള്ള കാശും കൊടുത്ത് തിരികെ റൂമിലേക്ക് കയറി കഴിഞ്ഞ ദയയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇയാൾക്ക് അൽഷൈമർ രോഗമാണെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരിക്കില്ലേ? മാത്രമല്ല, ദയയും ദയയുടെ കൂട്ടുകാരനും പിന്നെ ഈ വേലുവും തമ്മിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സിമ്മ് ദൂരെ കളയണം, അങ്ങനെയുള്ള കാര്യമൊക്കെ വേലു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ദയ ചിന്തിക്കും. ഇയാൾ എന്തോ വലിയ ക്രിമിനലാ, എന്തൊക്കെയോ കുറ്റങ്ങൾ കാണിച്ചിട്ടായിരിക്കും സിമ്മ് കളയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്രയും സിമ്മ് ഇയാളുടെ കൈവശം ഇരിക്കുന്നതെന്നൊക്കെ ദയ ചിന്തിക്കുന്നു. എന്നിട്ട് വേലു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും ദയയാണെങ്കിലോ തന്റെ മൊബൈൽ ചാർജിനിടുന്നത് പോലെ ചാർജിന് വെച്ചിട്ട് ക്യാമറയും ഓണാക്കി വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോകും. കുറെ നേരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നതും ചാർജിന് വെച്ച മൊബൈലും എടുത്തിട്ട് അമ്മയെ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ദയ കാണുന്ന കാഴ്ച, ദയക്ക് കുടിക്കാനായി ഒഴിച്ചു വെച്ചിരുന്ന മദ്യത്തിലാണെങ്കിൽ മയക്കുമരുന്ന് കലക്കുകയാണ് വേലു.
അതും കൂടി കണ്ടപ്പോൾ ഇയാൾ എന്തായി ചെയ്യുന്നത്, എന്നെ കൊല്ലുവാനായി നോക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ച് ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി ദയാണെങ്കിലോ ഒരു കുപ്പി വെള്ളം അങ്ങ് കുടിച്ചിട്ട് തൊണ്ടയിലേക്ക് വിരലിട്ട് അതെല്ലാം ഛർദ്ദിച്ചു കളയും. എന്നിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടക്കും. ദേ അപ്പോഴാണ് കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇതുവരെയും ഏതോ ഹോട്ടലിൽ റൂം എടുക്കാനായി നോക്കുന്ന സമയത്തും ദയുടെ ഐഡി ഉപയോഗിച്ചാണ് റൂമെല്ലാം ബുക്ക് ചെയ്യുന്നതും. മാത്രമല്ല മുൻപൊരിക്കൽ ബൈക്കിന്റെ ചാവി കാണാതെ വന്ന സമയത്ത് ചാവി ബൈക്കിൽ തന്നെ കാണുമെന്ന് അന്ന് വേലു പറഞ്ഞല്ലോ, ആ കാര്യമൊക്കെ ദയ ആലോചിക്കുന്നു. മാത്രമല്ല വേലുവിന്റെ ഫോൺ കാണാതെ പോയെന്ന് വേലു ഒരു ദിവസം പറഞ്ഞു. ആരാ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെന്നാണ് അന്ന് വേലു പറഞ്ഞത്. ആ ഒരു ഫോണിനെ കുറിച്ചുമൊക്കെ ദയ ചിന്തിക്കും. എന്നിട്ട് ദയ ഒന്നും അറിയാത്തതുപോലെ തന്നെ കട്ടിലിൽ വന്ന് കിടക്കുകയാണ്. റൂമിലെത്തിയ ദയ വേലുവിന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണും. വേലു ആണെങ്കിലോ ഫ്രഷ് ആകുവാനായിട്ട് കയറിയിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ദയ വേലുവിന്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ വാട്സപ്പിൽ അവസാനമായി മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുൺ എന്ന ആൾക്കാണ്. വേലു അരുണിന് അയച്ചിരിക്കുന്ന മെസ്സേജ്, എന്റെ കയ്യിൽ 10-14 വയസ്സുള്ള കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. ഇവരെ വേണമെങ്കിൽ കാശ് തന്നാൽ ഞാൻ എത്തിച്ചു തരാമെന്നാണല്ലോ വേലു അയച്ചിരിക്കുന്നതും. ആ മെസ്സേജ് കണ്ടതും വേലു മോശപ്പെട്ട ആളാണെന്ന് ദയ ചിന്തിക്കുന്നു. ഇയാൾ ഇത്തരക്കാരനായിരുന്നോ, ഇയാൾ ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ യൂസ് ചെയ്തത് എന്നൊക്കെ ദയ ചിന്തിക്കും. ദയക്കാണെങ്കിലോ വേലുവിനോട് വല്ലാതെ ദേഷ്യം വരും. വേലു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദയ പോയി ഒന്നും അറിയാത്തതുപോലെ കട്ടിലിൽ കിടക്കും. പുറത്തിറങ്ങി വന്ന വേലുവാണെങ്കിലോ ദയ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയം റൂമും പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ ദയക്കാണെങ്കിൽ വേലു എവിടെ പോകുന്നെന്ന് കണ്ടുപിടിക്കണം. ദയയാണെങ്കിലോ കതക് തുറക്കുവാനായി നോക്കും, പറ്റുന്നതേയില്ല. വേലു പൂട്ടിക്കൊണ്ട് പോയിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ തന്റെ കൈവശമിരുന്ന ഒരു കമ്പി എങ്ങനെയൊക്കെയോ വളച്ച് കതക് തുറക്കുകയാണ്. വേലു നേരെ പോകുന്നത് അരുണിനെ കാണുവാൻ വേണ്ടിയിട്ട്. അരുണാണെങ്കിൽ എവിടെ വരണമെന്ന് ലൊക്കേഷൻ വേലുവിന് അയച്ചു കൊടുത്തിരുന്നല്ലോ. ആ ലൊക്കേഷൻ ദേ തന്റെ ഫോണിലേക്കും സെൻഡ് ചെയ്തെടുത്തു. അങ്ങനെ ദയാണെങ്കിലോ വേലു പോയ അതേ സ്ഥലത്തേക്ക് എത്തുകയാണ്. വേലുവിനെ ഒളിഞ്ഞു നിന്ന് നോക്കും. വേലുവാണെങ്കിലോ അരുണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അരുൺ വന്നതേയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് വേലു നേരെ ഹോട്ടലിലേക്ക് പോകും. വേലു ഹോട്ടലിലേക്ക് പോകുന്നത് കണ്ട ദയാണെങ്കിലോ എങ്ങനെയൊക്കെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വേലുവിന് മുമ്പ് തന്നെ ഹോട്ടലിലെത്തി റൂം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തുറന്ന് അത് തിരിച്ച് ലോക്കും ചെയ്തു ഒന്നും അറിയാത്തതുപോലെ തന്നെ കട്ടിലിൽ കിടക്കുകയാണ്. തിരികെ വേലു വന്ന് നോക്കുന്ന സമയത്ത് ബോധമില്ലാതെ കിടക്കുന്ന ദയാണ് വേലു കാണുന്നതും. അടുത്ത ദിവസം രണ്ടുപേരും ഫ്രഷായി പോകുവാനായി ഇറങ്ങുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ വേലു ദയയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ദയയുടെ കൂട്ടുകാരനും അവിടേക്ക് വരുന്നത്. ദയ തലേ ദിവസം തന്നെ വേലുവിന്റെ കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. അയാൾ ഇങ്ങനെയുള്ളൊരാളാ, അതുകൊണ്ട് ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയണം. അയാളെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നല്ല രീതിക്ക് ചോദ്യം ചെയ്യാമെന്നും കൂട്ടുകാരൻ പറയുന്നു. അതനുസരിച്ചാണ് അടുത്ത ദിവസം കൂട്ടുകാരൻ വന്നിരിക്കുന്നതും. വേലു വന്നിട്ട് അരുണിനെ പിടികൂടുവാനായും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്രയില് ദയയെ കൂടെ ഉൾപ്പെടുത്തണ്ട എന്നും വേലു തീരുമാനിക്കും. രണ്ടുപേരും പിരിയുവാനായും പോവുകയാണ്. ദയയോട് പറയും, അവസാനമായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് കൂടിയിട്ട് പിരിയാം. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയണമെന്നും ദയയോട് വേലു പറയും. എന്നാൽ ദയയുടെ മനസ്സിലാണെങ്കിൽ വേലു വളരെ മോശപ്പെട്ട ആളാണെന്ന് ഒരു ചിന്തയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ദയാണെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചിട്ട് വേലുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറയുന്നു. വേലു ആരാണെന്ന് തനിക്ക് കണ്ടെത്തണമെന്നും ദയ പറയും. അതനുസരിച്ച് കൂട്ടുകാരനും അടുത്ത ദിവസം രാവിലെ തന്നെ എത്തുകയാണ്. വേലു തനിക്ക് ദയയോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് പറയുന്നതിന് മുൻപ് തന്നെ കൂട്ടുകാരനും അവിടേക്ക് വരികയാണ്. നമുക്ക് അവസാനമായിട്ടൊന്ന് കൂടിയിട്ട് പിരിയാം. നമുക്ക് ദൈവന്റെ ഫാം ഹൗസിലേക്ക് പോകാം. അവിടെ വെച്ച് നമുക്ക് മദ്യപിച്ചിട്ടൊക്കെ പതുക്കെ പിരിയാമെന്നും വേലുവിനോട് ദയ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വേലുവിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ദയെ കാണുന്നില്ല. ദയ പെട്ടെന്ന് തന്നെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോകും. ദയ എങ്ങാട്ടാ പോയതെന്ന് വേലു ചോദിക്കുമ്പോൾ അവനങ്ങ് ഫാം ഹൗസിൽ എത്തിയേക്കും, അതുവരെ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്നും ദയയുടെ കൂട്ടുകാരനാണെങ്കിൽ വേലുവിനോട് പറയുന്നു. പോകുന്ന വഴിക്കെല്ലാം ദയയെക്കുറിച്ചാണ് വേലു ചോദിക്കുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു കൂട്ടുകാരന്റെ വണ്ടിയിൽ ഒരു കീ ചെയിൻ തൂങ്ങി കിടക്കുന്നത് വേലു ശ്രദ്ധിക്കുന്നതും. വേലു ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് അരുൺ എന്ന ആളുടെ നമ്പറിന്റെ DP നോക്കുകയാണ്. അരുണിന്റെ വാട്സപ്പിന്റെ DPയും വണ്ടിയിൽ തൂങ്ങിക്കിടക്കുന്ന കീ ചെയിനും ഒന്ന് തന്നെയായിരുന്നു. അതോടുകൂടി വേലുവിന് താൻ അന്വേഷിച്ചു വന്ന അരുൺ ദയയുടെ കൂട്ടുകാരൻ തന്നെയാണോ എന്ന സംശയമുണ്ടാകും. ഉടനെ തന്നെ വേലു തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയും. എന്നാൽ ദയയുടെ കൂട്ടുകാരനാണെങ്കിലോ വണ്ടി നിർത്തത്തില്ല. ദേ, നമുക്ക് എന്റെ ഫാം ഹൗസിലേക്ക് പോകാം, അവിടെ ഉണ്ടല്ലോ വാഷ്റൂം എന്ന് പറഞ്ഞ് നേരെ വേലുവിനെയും കൂട്ടി ഫാം ഹൗസിലെ ഒരു കാട് പോലൊരു സ്ഥലമുണ്ട്, അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ തന്നെ വേലു തന്റെ ഫോൺ എടുത്ത് അരുണിന്റെ നമ്പറിൽ വിളിക്കും. എന്നാൽ റിങ് ചെയ്യുന്നതോ ദയയുടെ കൂട്ടുകാരന്റെ ഫോണായിരുന്നു.
വേലു അരുണിനോട് ചോദിക്കും, നീയാണല്ലേ യഥാർത്ഥത്തിൽ ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ കൊടും ക്രൂരൻ. അപ്പോൾ അരുൺ പറയും, അതെ ഞാൻ തന്നെയാ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ദയക്ക് അറിയത്തില്ല കേട്ടോ. അവൻ വെറും ഒരു മണ്ടൻ. അവൻ എന്തറിയാനാ? അവനെ ഞാൻ വെറുതെ എന്റെ കൂടെ നിർത്തിയിരിക്കുന്നു, അത്ര തന്നെയാന്ന് പറയും. മാത്രവുമല്ല ദയയുടെ കൂട്ടുകാരനായ അരുണാണെങ്കിൽ ഒരു കാര്യം കൂടി പറയുന്നു. അന്ന് വേലു അരുണിനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത് വേലുവിനെ കാണുവാൻ വേണ്ടിയിട്ട് അരുൺ വന്നിരുന്നു. വേലുവാണ് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ വേലുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാണ് അരുൺ അവിടെ നിന്ന് പോയതും. ഈ കാര്യമെല്ലാം അരുണാണെങ്കിൽ വേലുവിനോട് പറയുന്നു. അതിനുശേഷം അരുണാണെങ്കിലോ വേലുവിനെ ഒരുപാട് തല്ലും. എന്നാൽ വേലുവാണെങ്കിൽ അരുണിനെ തിരിച്ചു തല്ലുവാനായി ശ്രമിക്കുമെങ്കിലും നടക്കുന്നതേയില്ല. കാരണം വേലുവാണെങ്കിൽ കുറച്ച് വയസ്സായ ആളല്ലേ, അരുണിനടുത്ത് പിടിച്ചു നിൽക്കുവാനും പറ്റുന്നതേയില്ല. അതേ സമയമായിരുന്നു ദയ ബൈക്കിൽ വരുന്നത് അരുൺ കാണുന്നതും. ഉടനെ തന്നെ അരുണാണെങ്കിൽ വേലുവിന്റെ കൈയും വായും ഒക്കെ അങ്ങ് കെട്ടി. ദയ അടുത്ത് വന്നതും അരുൺ പറയും, എടാ ദാ ഇയാളെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്, ഇയാളടുത്ത് ഇനി ചോദിക്ക് നിന്നെ എന്തിനാ ഇയാളുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തതെന്ന്. അതേസമയം തന്നെ ബൈക്കിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്ന ദയ പറയും, അതൊന്നും വേണ്ട, ഇയാളുടെ കയ്യിലെയും വായിലെയും കെട്ടഴിക്കെന്ന് പറയും. എന്നാൽ അരുണാണെങ്കിൽ കെട്ടഴിക്കുവാനെയും കൂട്ടാക്കുന്നതേയില്ല. ദയ ഉടനെ തന്നെ അവിടേക്ക് ചെന്നിട്ട് വേലുവിന്റെ കയ്യിലെയും വായിലെയും കെട്ടഴിക്കുന്നു. എന്നിട്ട് പറയും, യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും എല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന്. എങ്ങനെയെന്നാൽ വേലുവാണെങ്കിൽ വണ്ടിയിൽ നിന്നിറങ്ങിയ സമയത്ത് അരുണിനെ ഫോൺ വിളിച്ചല്ലോ. അപ്പോഴാണ് തന്റെ കൂടെയുള്ള ആളാണ് യഥാർത്ഥ അരുൺ എന്ന് വേലുവിന് മനസ്സിലായതും. കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ ദയെ ഫോൺ വിളിച്ചു. എന്നിട്ട് തന്റെ പോക്കറ്റിൽ ഇട്ടതിന് ശേഷമാണ് വേലു അരുണിനോട് സംസാരിക്കുന്നതും. അരുണിനോട് വേലു സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദയ ഫോൺ വഴി കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ച വെറും വൃത്തികെട്ട കൊടും ക്രൂരനാണ് തന്റെ കൂടെയുള്ളതെന്ന് ദയയ്ക്ക് മനസ്സിലായി. ആ ഒരു ദേഷ്യത്തിലാണ് ദയാണെങ്കിൽ ഇപ്പോൾ വേലുവിനും കൂട്ടുകാരനും അടുത്തേക്ക് എത്തിയിരിക്കുന്നതും. സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദയാണെങ്കിലോ തന്റെ കൂട്ടുകാരനായ അരുണിനെ ഒരുപാട് തല്ലും. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അവസാനം തന്റെ കയ്യിൽ കിട്ടിയ പാര വെച്ച് കൂട്ടുകാരനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ദയ. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? നിനക്കൊരു ജീവിതമുള്ളതല്ലേ? ഈ വയസ്സായ ഞാൻ ചെയ്യില്ലായിരുന്നു അത്. ഇത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ച കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് വേലു ആണെങ്കിൽ ദയയെ വഴക്ക് പറയും. പെൺകുഞ്ഞുങ്ങളോട് ഇത്രയും ക്രൂരത ചെയ്ത തന്റെ കൂട്ടുകാരൻ ഇനി ജീവിച്ചിരിക്കണ്ട, തന്റെ കൈകൊണ്ട് തന്നെ മരിക്കണമെന്ന് ദയ കരുതിയാണ് കൂട്ടുകാരനെ കൊന്നതും. വേലുവിന്റെ ഉദ്ദേശശുദ്ധി എല്ലാം ദയയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും വേലുവിനൊപ്പം നിൽക്കുവാനും ദയ തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു ഇവരെ ട്രാക്ക് ചെയ്ത് പോലീസും അവിടെ എത്തുന്നതും. പോലീസിനെ കണ്ട ഉടനെ തന്നെ ദയയുടെ കയ്യിൽ നിന്നും ആ ഒരു പാര വേലു ഏറ്റുവാങ്ങുകയാണ്. താനാണ് അരുണിനെ കൊന്നതെന്നും വേലു ഏറ്റു പറയുന്നു. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്കും ഹാജരാക്കുകയാണ് പോലീസുകാർ. കോടതിക്ക് മുന്നിലായിട്ട് വേലു എല്ലാ സത്യവും തുറന്നു പറയും. തന്റെ ഭാര്യയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വേലു തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു നീതി നടപ്പിലാക്കിയതെന്നും വേലു പറഞ്ഞിട്ട് കുറ്റം സമ്മതിക്കുകയാണ്. വേലു പറയുന്നതെല്ലാം കേട്ട് അഭിമാനത്തോടെ നിറ കണ്ണുകളോടെ നിൽക്കുകയാണ് ദയ. വേലു കുറ്റം സമ്മതിച്ചത് കൊണ്ട് തന്നെ വേലുവിനും ശിക്ഷ വിധിച്ചു. വേലുവിനൊപ്പം നിന്നതിനും ദയയ്ക്കും ശിക്ഷ കിട്ടുകയാണ്. രണ്ടുപേരെയും ജയിലിലേക്കും കൊണ്ടുപോകുന്നു. അവരെ രണ്ടുപേരെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയമായിരുന്നു ഇരകളായ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും എന്ന് വേലുവിന് നന്ദി പറയുന്നതും. അതെല്ലാം കണ്ട് അഭിമാനത്തോടെ നിൽക്കുകയാണ് ദയ. അതേസമയം തന്നെ പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ട് വേലുവിന് നേരെ സ്വീറ്റ്സ് വെച്ച് നീട്ടും. തന്റെ മകൾ പ്രസവിച്ചു, പെൺകുഞ്ഞ്. ആദ്യം സ്വീറ്റ്സ് തരേണ്ടത് നിങ്ങൾക്കാണെന്ന് തോന്നി, അതിന് ഏറ്റവും അർഹൻ നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാണ് വേലുവിന് സ്വീറ്റ്സ് കൊടുക്കുന്നതും. വേലുവും ദയയും സ്വീറ്റ്സും എടുത്ത് അവിടെ നിന്നും അഭിമാനത്തോടു കൂടിയാണ് കോടതിയുടെ പടിയിറങ്ങി ജയിലിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയില് ദയയാണെങ്കിൽ വേലുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം വരുന്ന സമയത്ത് നിങ്ങളെ എന്തിനാ ചെയിൻ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നതെന്ന് ദയ ചോദിക്കും. അതിന് മറുപടിയായിട്ട് വേലു പറയുന്നത്, അവിടെ വെച്ച എന്റെ ആദ്യത്തെ കൊല നടന്നത്. ഞാൻ എന്റെ ഇരയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അയാളാ എന്നെ ചെയിൻ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അതേ ചെയിൻ കൊണ്ട് തന്നെ അവന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി അവനെ ഞാൻ കൊലപ്പെടുത്തി. ആരോ വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ ഡെഡ് ബോഡി ഞാൻ കട്ടിലിനടിയിലേക്ക് മാറ്റി. അപ്പോഴാ നീ വന്നതെന്നും വേലു പറയും. അത് കേട്ട് ദയ ചോദിക്കും, അല്ല, ഇതിനിടയിൽ വെച്ച് നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നല്ലോ, പിന്നെന്താ അത് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല, നിന്നെ എന്റെ കൂടെ നിർത്തണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് വേലു ചിരിക്കും. അത് കേട്ട് ദയയും ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി ജയിലിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.